ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലുതും ചെറുതുമായ ഒട്ടനവധി ചെടികളുടെ ഒരു അടിപൊളി ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 85ഓളം വെറൈറ്റീസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ചെടികൾ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നെയിം ഒന്ന് കുറിച്ചിടുകയോ ചെയ്യുക. എന്നിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 100 രൂപയിൽ കുറഞ്ഞ പ്ലാന്റ്സുകളാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 3 പ്ലാന്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ ഓഫർ റേറ്റിന് നിങ്ങൾക്ക് പ്ലാന്റുകൾ ലഭിക്കുകയുള്ളൂ. ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൈസും അതിൻ്റെ പ്ലാന്റ് സൈസും എല്ലാം തന്നെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റ് കണ്ട് മനസ്സിലാക്കിയ ശേഷം പ്ലാന്റുകൾ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഫസ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ആണ്. ഇതിൻ്റെ റേറ്റ് 45 രൂപയാണ് കേട്ടോ. ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പുകൾ കുത്തി പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡ്വാഫ് ലെൻഡാനയുടെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ചെറിയ പ്ലാന്റ് അല്ല. ഈ പോട്ടിലുള്ള സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതൊരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു വെറൈറ്റി അല്ല. ഡ്വാഫായിട്ട് കുറ്റിച്ചെടിയായിട്ട് തന്നെ വളർന്നു നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. നിങ്ങൾക്ക് നിലത്തും ചട്ടികളിലും എല്ലാം തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വെക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് വരുന്നത് പെട്രിയയുടെ വയലറ്റ് കളറാണ് കേട്ടോ. 65 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളിതിൽ അയക്കുന്നത്. ഈ പെട്രിയ പ്ലാന്റ് നിലത്തും പോട്ടിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബുഷിയായിട്ട് നിർത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇതുപോലെ സ്റ്റാൻഡുകളിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റാണ് പെട്രിയ. നെക്സ്റ്റ് വൺ വരുന്നത് പാസിഫ്ലോറയുടെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന ഉടൻ തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫാമിലിയിൽ പെട്ടൊരു പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല സുഗന്ധമുള്ള ചെടി കൂടിയാണിത്. സൺഡേ മൺഡേ എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. 3 ഷെയ്ഡിലാണ് ഇത് വിരിയുന്നത്. വൈറ്റ്, ഒരു ഗോൾഡൻ ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് തമ്പർജിയാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മുടെ തമ്പർജിയുടെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇതുപോലെ കൊലകൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എല്ലാ സമയങ്ങളിലും തന്നെ എല്ലാ കാലാവസ്ഥയിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതാണ്. പെട്ടെന്ന് തന്നെ വള്ളി വീശി പടർന്ന് കയറുന്ന ഒരു വെറൈറ്റിയാണ് ഈ വൈറ്റ് തമ്പർജിയ. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മൈസൂർ ക്ലോക്ക് വൈൻ എന്നറിയപ്പെടുന്ന യെല്ലോ തമ്പർജിയാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറില്ല. വർഷത്തിൽ 1-2 തവണ മാത്രമാണ് ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ കൊലകൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ ടെക്കോമയാണ്. ടെക്കോമയുടെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പോട്ടിലുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. ഒരുപാട് വലുതല്ല. ഇത് ഡ്വാഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നൊരു ഐറ്റം അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ. ബ്രൺഫെൽസിയയുടെ വലിയ പ്ലാന്റാണ് കേട്ടോ. നല്ല പൂക്കളൊക്കെ ആയി നിൽക്കുന്ന നല്ല ഹാർഡായ വലിയ പ്ലാന്റാണ് ഈ ഒരു ഓഫറിൽ 450 രൂപയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെൻറ്റഡ് അഥവാ നാടൻ വെറൈറ്റി അല്ല, ഹൈബ്രിഡ് വെറൈറ്റിയാണ് 450 രൂപയ്ക്ക് ഇതിൽ സെയിൽ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റാണ്. നല്ല ബുഷി ആയിട്ടുള്ള നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 450 രൂപയാണ് ഇതിൽ ഓഫർ പ്രൈസായിട്ട് നൽകിയിട്ടുള്ളത്. പ്ലാന്റ് ഈ ഒരു സൈസിൽ എത്തണമെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടറിയാം. ഇത്രയും മെച്ചുറായ ഒരു പ്ലാന്റ് ആവണമെങ്കിൽ അത്യാവശ്യം പഴക്കമുള്ളൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ല ഇവിടെയൊക്കെ പൂത്തു തുടങ്ങി. നിങ്ങളുടെ നാട്ടിൽ ആയി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. വയനാട്ടിൽ ഇപ്പോൾ തന്നെ മൊട്ടായി ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധമൊക്കെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി കേട്ടോ. ഇതിന് 45 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷത്തിൽ ഒരു തവണയാണ് പൂക്കുന്നത്. ആ പൂക്കുന്ന സമയത്ത് നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല.
നമ്മൾ ആരും കണ്ടാലും നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റാണ് ഈ മണിമുല്ല പ്ലാന്റ്. 45 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടെക്കോമയാണ് കേട്ടോ. വെരിഗേറ്റഡ് ടെക്കോമ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റാണ്. ഒരുപാട് അങ്ങോട്ട് ക്രീപ്പറായി കയറി പെട്ടെന്ന് തന്നെ പോവില്ല. നമുക്ക് പോട്ടിലും വളർത്തിയെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പോട്ടിൽ നമുക്ക് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്താൽ അതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് തമ്പർജിയാണ്. തമ്പർജിയുടെ സെയിം ഫ്ലവർ തന്നെയാണ് ഇതിന് വരുന്നത്, തമ്പർജിയ കോക്സിനിയയുടെ. പക്ഷേ ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണുള്ളത്. ഇത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഇറങ്ങിയിട്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഇതിൽ നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ നോർമൽ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് പോട്ടിലും വളർത്താം, നിലത്തും വളർത്തിയെടുക്കാം. ഇനി നിലത്ത് നട്ടിട്ടും നമുക്ക് അധികം ക്രീപ്പ് ചെയ്ത് പോവാതെ ബുഷിയായിട്ട് പ്രൂൺ ചെയ്ത് അങ്ങനെ വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ട്രീ ഫേൺ ആണ് കേട്ടോ. ട്രീ ഫേണിൻ്റെ നല്ല മെച്ചുറായ പ്ലാന്റാണ് 100 രൂപയ്ക്ക് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 5-6 തട്ട് ലീഫൊക്കെ വന്ന് തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഫേൺ വെറൈറ്റിയിൽ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ ട്രീ ഫേൺ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ്. ഗാർലിക് വൈൻ്റെ പ്രത്യേകത ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ. ഇത് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ പാമ്പ് അങ്ങനെ വരാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഒരു ഗാർലിക്കിൻ്റെ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഇഴജന്തുക്കൾ പൊതുവെ കാണാറില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗാർലിക് വൈൻ അതുപോലെ ക്രീപ്പിംഗ് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് പോട്ടിലും വളർത്തിയെടുക്കാവുന്നതാണ്. കുറച്ചൊരു ഹാർഡി ആയിട്ടുള്ള ഒരു ക്രീപ്പറാണ് ഗാർലിക് വൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പാണ്ടൂരിയ ജാസ്മിനോയിഡാണ്. ഇത് ശരിക്കും നമ്മുടെ ടെക്കോമയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, ലീഫ് നമ്മുടെ വൈറ്റ് ടെക്കോമയുടെ ഒക്കെ ഒരു ലീഫ് പോലെയാണ്. പക്ഷെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഗോൾഡൻ കാസ്കേഡാണ്. ഗോൾഡൻ കാസ്കേഡിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു ലീഫാണ്. ഒരു എന്താ പറയുക, നമ്മുടെ മെഴുകൊക്കെ പുരട്ടിയ പോലത്തെ ഗ്ലൈസിങ്ങോട് കൂടിയൊരു ലീഫാണ് ഈ ഗോൾഡൻ കാസ്കേഡിന് വരുന്നത്. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള പൂക്കളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷാണ്. നമ്മൾ നോർമലി കാണുന്ന ബോട്ടിൽ ബ്രഷ് ഒരു റെഡ് ഫ്ലവറോട് കൂടിയതാണ് അല്ലേ. ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഇത് വെറും ലീഫ് മാത്രമാണ്, പൂക്കളുണ്ടാവുന്ന വെറൈറ്റി അല്ല. പക്ഷെ ആ ലീഫിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ തൂങ്ങിക്കിടന്ന് കുഴഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു ലീഫുകളാണ് ഇതിന്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയിലാണ് ഇത് നിൽക്കുന്നത്. എപ്പോഴും ഫുൾ എവർഗ്രീനായിട്ട് നിൽക്കുന്ന ലീഫുകളാണിതിന്. ഇതിലൊരു മഞ്ഞ ഇല പോലും കാണാറില്ല. ഫുള്ളായിട്ട് ഗ്രീനിഷ് ആയിരിക്കും. അടി മുതൽ മേൾഭാഗം വരെ ഒരുപോലെ നല്ല ഗ്രീനിഷായിട്ട് നിൽക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ ബോട്ടിൽ ബ്രഷ് ട്രീ. ഇത് കുറച്ച് സമയം കൊണ്ട് നമ്മുടെ സൈപ്രസൊക്കെ പോലെ ഒരു ട്രീ പോലെ ആയി വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. ഇപ്പോൾ നന്നായിട്ട് ഇതുള്ളവർക്കറിയാം, വീടുകളിൽ ഈ പ്ലാന്റ് ഉള്ളവർക്കറിയാം, ഇപ്പോൾ നിറഞ്ഞു പൂക്കളുണ്ടായി നിൽക്കുന്നൊരു സമയമാണ്. ഇതുപോലെ അടി മുതലാണ്, ഇതിൽ വേര് മുതലെന്ന് തന്നെ പറയാം. അങ്ങനെയും പൂക്കൾ കൊല കൊലയായിട്ട് നിറഞ്ഞു നിൽക്കും. ഇതിൽ വർഷത്തിലൊരു 2 തവണയൊക്കെയാണ് കേട്ടോ ഇവിടെ പൂക്കൾ കാണാറുള്ളത്. ചില സമയങ്ങളിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ 2 പ്രാവശ്യം നല്ല നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുമേ. ആ സമയത്ത് താഴെ മുതൽ മുകൾ ഭാഗം വരെ ഫുള്ള് ഫ്ലവറായിരിക്കും. ഈ ഒരു സൈസ് പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതിയാണ്. ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് കണ്ടറിയാം. നോർമലി കാണുന്നത് ഒരു പിങ്ക് ആൻഡ് റെഡാണ്. ഇത് നല്ലൊരു മെറൂൺ കളറിലുള്ള പൂക്കളാണ്. മാത്രമല്ല വലിയ ലീഫുകളാണ് കേട്ടോ. ഡോഫ് വെറൈറ്റിയാണ്. ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് അല്ല. എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നല്ല സുഗന്ധമുള്ളൊരു പൂക്കൾ കൂടിയാണ് ഈ മധുമാലതി പ്ലാന്റിനുള്ളത്. നമ്മുടെ നോർമൽ മധുമാലതി ഫ്ലവറിനേക്കാളും കുറച്ചുകൂടി ഒരു നീളം തോന്നിക്കുന്ന ഫ്ലവർ കൂടിയാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിക്ക്. ഇതിൻ്റെ ലീഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഹോയാണ് കേട്ടോ. യെല്ലോ ഹോയയുടെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, ഹാങ്ങിങ് പോട്ടിൽ നല്ല തിക്കായി ബുഷിയായി നിൽക്കുന്ന ഫ്ലവറും മുട്ടൊക്കെ ഉള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ അയക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. സെയിം ഏകദേശം നല്ല 2-3
3 അതിൽ കൂടുതൽ ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഈ ഒരു നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ 2 വെറൈറ്റി നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇത് ഓറഞ്ച് കളറിലുള്ളത് 45 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയാണ് കേട്ടോ. കമേലിയയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം ബുഷിയായ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. റെഡ് കളർ, ഈ ഒരു കളറിലുള്ള പൂക്കളുടെ പ്ലാന്റാണ് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലാണ് വരുന്നത്. 150 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ റോസ്മേരി പ്ലാന്റാണ്. റോസ്മേരിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ ന്യൂസിലായാലും എല്ലാത്തിലും കാണുന്നതാണ് ഈ റോസ്മേരി. എണ്ണ കാച്ചുന്നതിനും താരൻ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ തിളപ്പിച്ച വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഫയർ വർക്ക് പ്ലാന്റാണ്. ഈ ഫയർ വർക്ക് ഹാങ്ങിങ് വെറൈറ്റിയാണ്. നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടി കൂടിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ യൂജീനിയയുടെ നാരോ ലീഫാണ് കേട്ടോ ഇതിൽ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു സൈസിൽ ഒരുപാട് വലിയ ലീഫല്ല, നാരോ ആയിട്ടുള്ള ലീഫുകളാണ് യൂജീനിയ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റുമാണ്. മാത്രമല്ല നമ്മുടെ പൂന്തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ യൂജീനിയ. ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് വളരെ ഭംഗിയാണല്ലേ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയയുടെ അഥവാ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ ചെറിയ പ്ലാന്റ് കേട്ടോ. അതും ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ഇതിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ. എല്ലാ സമയങ്ങളിലും തന്നെ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൽ തന്നെ കണ്ടോ മൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മെച്ചറാവേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് പേൾ ഗ്രാസ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ്. പേൾ ഗ്രാസ് ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ വെരിഗേറ്റഡ് അങ്ങനെ എല്ലായിടത്തും ആയിട്ടില്ല. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസിൻ്റെ റോസ്മെല്ലോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഹിബിസ്കസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 60 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തണ്ടുകളിൽ ചെറിയ മുള്ളുകൾ ഉണ്ട്. നെക്സ്റ്റ് വൺ ഗോൾഡ് ഫിഷിൻ്റെ ഒരു റെഡ് കളർ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഓറഞ്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ തന്നെ സെയിം സൈസിലുള്ള റെഡ് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണിത്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരു സെമി ഷെയ്ഡിലാണ് ഇത് വളർത്താൻ നല്ലത് കേട്ടോ. പിന്നെ തീരെ ഡാർക്കായി പോകരുത്, അപ്പോൾ ഫ്ലവർ ഉണ്ടാവാനായിട്ട് താമസം വരുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ്. ഈ കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് ഫാസ്റ്റായിട്ട് വളരുന്നൊരു ക്രീപ്പർ ചെടിയാണ് കേട്ടോ. ഇത് ശരിക്കും മുകളിൽ നട്ടിട്ട് താഴേക്ക് ഇങ്ങനെ പടർത്തി വിടുന്നതാണ് ഏറ്റവും ഭംഗി. നമുക്കൊരു ഭാഗം മൊത്തം കവർ ചെയ്ത് ഷെയ്ഡാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ കർട്ടൻ ക്രീപ്പർ പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ. ഇതിന് നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. ഇത് ശരിക്കും നാടൻ വെറൈറ്റി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ലീഫ് വെരിഗേറ്റഡ് ആണെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉള്ളത്. 60 രൂപയ്ക്ക് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ് കേട്ടോ അയക്കുന്നത്. ഇതല്ല പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒലീവ് പ്ലാന്റാണ്. ഒലീവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ എണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വരുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഇപ്പോൾ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് സെയിലിനിട്ടിരിക്കുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക മാത്രമാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ ഗ്ലോറി ബവറാണ് കേട്ടോ. ഗ്ലോറി ബവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കൾക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ കളറിലുള്ള ഫ്ലവറുകൾ വളരെ കുറവാണല്ലേ. ഇതൊരു ഡാഫ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് അല്ല നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ഡിഫൻ ബാച്ചിയാണ്. ഡിഫൻ ബാച്ചിയ ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു സെമി ഷെയ്ഡിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലാണ് ഇതുപോലെ നല്ല ഭംഗിയിൽ ഇതിൻ്റെ ലീഫുകൾ നിലനിൽക്കുകയുള്ളൂ. അല്പം ചകിരിച്ചോറ് ചേർത്ത പോട്ട് മിക്സാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വൺ ബോട്ടിൽ ബ്രഷാണ് കേട്ടോ. ബോട്ടിൽ ബ്രഷിൻ്റെ നോർമൽ വെറൈറ്റി.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രീ ആയി പോകുന്നൊരു പ്ലാന്റാണിത്. കുറച്ച് സമയങ്ങൾ കൊണ്ട്, കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു മരമായി തീരുന്നതാണ്. പോട്ടിൽ വളർത്താം, പക്ഷേ കുറച്ച് വലിയ പോട്ടിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം. എല്ലാ കാലാവസ്ഥയിലും തന്നെ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് ഈ ബോട്ടിൽ ബ്രഷ് പ്ലാന്റ്. ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഇത് കാണാനായിട്ട്. നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡിന് നല്ല ടേസ്റ്റാണ് അല്ലേ. പിങ്കിനേക്കാളും നല്ല സ്വാദുള്ളത് റെഡിനാണ്. റെഡിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിതിൽ അയച്ചു തരുന്നത്. അല്ലാണ്ട് കട്ടിങ്സ് അല്ല, റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. ചെറുതായിട്ടൊന്ന് പരിചരണമൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വീടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പോട്ടിലും നിലത്തും വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ വൈറ്റ് പെട്രിയാണ്. പെട്രിയയുടെ വൈറ്റ് അങ്ങനെ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണാറില്ല. വയലറ്റ് നിങ്ങളൊക്കെ കാണാറുണ്ടാകും. ഇതും പോട്ടിലും നിലത്തും വളർത്താവുന്നതാണ്. ശരിക്കും പെട്രിയ വൈനാണ് കേട്ടോ. എന്നാൽ പോട്ടിൽ വളർത്തുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായിട്ടും നിർത്താവുന്നതാണ്. ഇതുപോലെ സ്റ്റാൻഡിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാകും. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. 70 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ പിങ്ക് ബഡ്ലിയ. ബഡ്ലിയ പ്ലാന്റിൻ്റെ പൂക്കൾക്ക് നല്ലൊരു ഭംഗിയാണ്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഈ പ്ലാന്റ് നമ്മുടെ നാടുകളിൽ എത്തിയിട്ട്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്താണ് ഇത് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ തേൻ കുടിക്കാൻ പൂമ്പാറ്റകൾ എന്നും ഈ പ്ലാന്റിൽ, ഈ ഫ്ലവറുകളിൽ കാണാറുണ്ട്. ഇതിന് 2 കളേഴ്സും നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്ലാന്റ് അത്യാവശ്യം മെച്ചറാവുന്നതിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളും നല്ല തിക്കായിട്ട് വരുന്നത്. നമ്മൾ അയച്ചു തരുന്ന സമയത്ത് ചെറിയ പൂക്കളായിരിക്കും ഇതിലുണ്ടാവുന്നത്. ചില പ്ലാന്റിൽ കേട്ടോ, എല്ലാത്തിലും പൂക്കളുണ്ട് എന്നല്ല, ചിലതിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കട്ടിങ്സ് പിടിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളിൽ തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വൈറ്റ് ബഡ്ലിയാണ്. സെയിം ഫാമിലിയിൽപ്പെട്ട പ്ലാന്റുകളാണിത്. വൈറ്റിൻ്റെ ലീഫ് കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഇതും പിങ്കൊക്കെ പോലെ തന്നെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ, ഷെഡിലൊന്നും അല്ല വെച്ചേക്കുന്നത്, സൺലൈറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ യെല്ലോ എക്സോറ. യെല്ലോ എക്സോറയുടെ ഹൈബ്രിഡ് വെറൈറ്റി ഒന്നല്ല, നാടൻ ടൈപ്പ് തന്നെയാണ്. നല്ല ബഞ്ചായിട്ട് വലിയ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. 45 രൂപയ്ക്കാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ഡെലിനിയ ഫിലിപ്പിനൻസിസ് ആണ്. 450 രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത്. ഒരു സമയത്ത് ചെറിയൊരു പ്ലാന്റിന് പോലും 1000 റുപ്പീസൊക്കെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ പൂമൊട്ട് കണ്ടാൽ നമുക്ക് കായ പോലെയാണ് തോന്നിക്കുക. നല്ല ഉരുണ്ടിട്ടാണ് ഇതിൻ്റെ മുട്ടുകൾ വരുന്നത്. ഒരു ചെമ്പകമൊക്കെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ. എന്നാൽ ഒരുപാട് സുഗന്ധമൊന്നുമില്ല. നമ്മൾ അടുത്ത് പിടിച്ച് മണക്കുമ്പോൾ ചെറിയൊരു സുഗന്ധമുണ്ട്. ഇതിൻ്റെ ലീഫിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഫുൾ എവർഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഡെലിനിയ ഫിലിപ്പൻസിസ്. ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റാണ് ഇതിൽ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ എലിയോ കാർപ്പസ് ആണ്. ജിംകി കമൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വളരെ കുറഞ്ഞ പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള, വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം. നമ്മളടുത്ത് ഇതിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ്. നെക്സ്റ്റ് വൺ ഡയമണ്ട് യൂജീനിയാണ് കേട്ടോ. യൂജീനിയ പ്ലാന്റ്സ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ലീഫ് വരുന്ന ഡയമണ്ട് യൂജീനിയാണ് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. കുറ്റിച്ചെടിയായിട്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഇത് പൂക്കളൊന്നും ഉണ്ടാവില്ല, ലീഫി പ്ലാന്റ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ യൂജീനിയ പ്ലാന്റ്സ്, ഇതുപോലെ തന്നെയാണിത്, ലീഫി പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ റെഡ് ബ്ലീഡിങ് ഹേർട്ടാണ്. റെഡ് ബ്ലീഡിങ് ഹേർട്ട്, വൈറ്റ് ബ്ലീഡിങ് ഹേർട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. അതിൻ്റെ തന്നെ റെഡ് വെറൈറ്റി. റെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ കവറിങ് ഒരു ഡാർക്ക് പിങ്ക്, ഉള്ളിൽ റെഡ് കളർ. ഇതിന് 45 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ ബ്ലൂ പാസിഫ്ലോറ. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ പാസിഫ്ലോറ എന്ന് പറഞ്ഞു. റെഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ തന്നെ ബ്ലൂ കളറിലുള്ള പൂക്കളാണ് ഇതിൽ.
ഈ പാസിഫ്ലോറ പ്ലാന്റ്സിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറുണ്ടോ? പെട്ടെന്ന് തന്നെ അത് ക്ലൈംബ് ചെയ്ത് പോവുകയും ചെയ്യും. ഇതിനെ നമുക്ക് പോട്ടിലും വളർത്തിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ട്രംപറ്റ് വൈനാണ്. ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് വർഷത്തിലൊരിക്കലാണ് പൂക്കളുണ്ടാകുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലൈംബ് ചെയ്ത് പോകും. പിന്നെ ഒരുപാട് മെച്ചുറായിട്ടൊന്നും അല്ല കേട്ടോ ഫ്ലവർ ആവുന്നത്. ആ ഒരു ടൈമിൽ, ഒരു ഡിസംബർ ജാനുവരി ടൈമിൽ ഇതിൽ നിറച്ചും പൂക്കളുണ്ടാകും. ഒരു 3-4 മാസത്തോളം ആ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ്. ഈ മെഡിനില്ല പ്ലാന്റ് ഒറ്റൊരു കളറാണ് കേട്ടോ ഉള്ളത്. അത് ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, പിന്നെ ഒരു വയലറ്റിലേക്ക് മാറിയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിയുന്നത്. ഇത് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, 2 വെറൈറ്റി ഉണ്ടോ, 2 കളേഴ്സും വേണമെന്ന് പറയും. ഇത് ഒരു വെറൈറ്റിയിൽ തന്നെ ഒരൊറ്റ പ്ലാന്റിലാണ് ഈ ഒരു 3 കളർ ഡിഫറൻറ്റ് കാണുന്നത്. ഈ ഒരു കളറിലേക്ക് മാറിയിട്ടാണ് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ്. ഒരുവിധം എല്ലാ ഓഫറിലും ഇപ്പോൾ ഈ ഒരു ജസ്റ്റീഷ്യ ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരും ആവശ്യപ്പെടുന്നൊരു പ്ലാന്റാണ് ജസ്റ്റീഷ്യ. ഇതിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവർക്കും ഈ പ്ലാന്റ് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ പോട്ടിൽ ഒരുപോലെ കുറേ പോട്ടിലൊക്കെ ഒരുപോലെ വെച്ചിരുന്നാലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ജസ്റ്റീഷ്യ. ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ റെഡ് ഇക്സോറ. റെഡ് ഇക്സോറയുടെ നാടൻ വെറൈറ്റിയാണ്, ഹൈബ്രിഡ് അല്ല. എന്നാലും ചെറിയ കട്ടിങ്സ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റ് സൈസിൽ പോലും ചിലതിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബഞ്ചായി നിൽക്കുന്ന വലിയ പൂക്കളാണ്. ചെറിയ ഡ്വാഫ് വെറൈറ്റി അല്ല, വലിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കേട്ടോ. അത് കണ്ടില്ലേ, ഇതിലൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പിങ്ക് ലെഗസ്ട്രോമിയ. നമ്മുടെ പ്രൈഡ് ഓഫ് ഇന്ത്യ, മണിമരുന്ന് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഒരു ഫാമിലിപ്പെട്ട ചെടിയാണ് ഈ ലെഗസ്ട്രോമിയ. ലെഗസ്ട്രോമിയയുടെ പിങ്ക് കണ്ടോ, ഇത് നമ്മളിപ്പോൾ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടായിട്ടുണ്ട്. ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത്. വലിയ പ്ലാന്റാണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൈഡൽ പോക്കറ്റിൻ്റെ യെല്ലോ വെറൈറ്റിയാണ്. ഈ യെല്ലോ ബ്രൈഡൽ പോക്കറ്റ് ഫസ്റ്റ് സ്റ്റേജ് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. ക്രീപ്പായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പടർന്ന് കയറിക്കോളും. അതുവരെ കുറച്ചൊന്ന് സ്ലോ ആയിട്ടാണ് ഇത് വളർന്നു വരുന്നത്. എന്നാൽ ചെറിയ നമ്മൾ ആ പിടിപ്പിച്ച പ്ലാന്റിൽ പോലും ഇതിൽ പൂക്കൾ കാണാറുമുണ്ട്. ചിലരൊക്കെ സെനീഷ്യ പ്ലാന്റ് യെല്ലോ ബ്രൈഡൽ എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. വലിയ ഫ്ലവർ ഉണ്ടാകുന്നതല്ല, മിനിയേച്ചർ ടൈപ്പാണ്. ഇതിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടാൻ കുറച്ചൊരു താമസമുണ്ട്. അതുകൊണ്ട് തന്നെ 120 രൂപയാണ് ചെറിയ പ്ലാന്റിന് പോലും റേറ്റ് വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താവുന്നതാണ്. എല്ലാവർക്കും അറിയുന്നൊരു വെറൈറ്റിയാണ് ഈ മഡഗസ്കർ ജാസ്മിൻ. ഈ പ്ലാന്റ് സൈസ് കാണിച്ചിരിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ കവറിൽ കണ്ടില്ലേ, നിറച്ചും റൂട്ടായിട്ടുണ്ട്. ഇത് റൂട്ട് പിടിച്ചു കിട്ടാൻ കുറച്ച് താമസവും കുറച്ച് സ്ലോ ഗ്രോത്തും ആയതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത്. നെക്സ്റ്റ് വൺ പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്നറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ്. ഇത് ഹൈബ്രിഡാണ്. വലിയ ഫ്രൂട്ടാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത്. പുളിയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല മധുരമുള്ള ഫ്രൂട്ടുകളാണിത്. നമ്മൾ നോർമലി കാണുന്ന യെല്ലോ പാഷൻ ഫ്രൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. നല്ല വലിയ പ്ലാന്റാണ്. 45 രൂപയ്ക്ക് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലില്ലി പില്ലി ഫ്രൂട്ടാണ്. ലില്ലി പില്ലി ഫ്രൂട്ട് നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സാണ് ഇതിലുള്ളത്. ഇതിന് നമ്മുടെ ചാമ്പയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു ചവറുപ്പും പുളിയൊക്കെ ചേർന്നൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ലില്ലി പില്ലി ഫ്രൂട്ടിന് വരുന്നത്. എന്നാലും നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. ഇത് കട്ടിങ്സ് പിടിപ്പിച്ചുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റുകളിൽ തന്നെ പെട്ടെന്ന് കായ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രൈഡ് ഓഫ് ഇന്ത്യ, മണിമരുത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ 2 കളേഴ്സ് ശരിക്കും നമ്മളടുത്ത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ച സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതുകൊണ്ട് ഓരോ കളേഴ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തരാനായിട്ട് സാധിക്കില്ല.
അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് ഒരു വയലറ്റിലേക്ക് വരുന്ന ഷെയ്ഡാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് കേട്ടോ പ്ലാൻ സൈസ്. 60 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ കമേലിയയുടെ നല്ല പൂക്കളും നിറഞ്ഞ മൊട്ടുകളൊക്കെ ഉള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഇതിൽ നിറച്ച് മൊട്ടായി നിൽക്കുന്ന വിരിയാനായതും വിരിഞ്ഞ നല്ല ഫ്ലവറുകളും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിരിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സൈസിലുള്ള ബെഡൊക്കെയുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ അയക്കുന്നത്. 4200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാ ക്ലൈമറ്റിലും ഇത് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ പിങ്ക് ഡേയ്സി. ഈ പിങ്ക് ഡേയ്സി ഒന്നും അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ കാണാറില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ പോലും ഇതിൽ പൂക്കളായി തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ തന്നെ യെല്ലോ ഡേയ്സിയാണിത്. ഇതിന് 60 രൂപയാണ്. രണ്ടും 60 രൂപേൻ്റെ പ്ലാന്റ്സാണ്. ഇതിൽ നമുക്ക് പിങ്കിൽ ഫ്ലവറായി തുടങ്ങുന്നുണ്ട്. യെല്ലോ ഏകദേശം എല്ലാ പ്ലാന്റ്സിലും തന്നെ ഒട്ടും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പിടിപ്പിച്ചെടുക്കാം. നെക്സ്റ്റ് വൺ അക്കാലിഫ. അക്കാലിഫ ശരിക്കും ഹാങ്ങിങ് പോട്ടിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നിറഞ്ഞിങ്ങനെ ചുവപ്പ് പൂച്ചവാല് പോലെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് ചെറിയ പ്ലാന്റിൽ തന്നെ ആണോ നിറച്ചും പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 45 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. ഹൈഡ്രാഞ്ചിയൻ്റെ ബ്ലൂ കളറാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഡ്വാഫ് വെറൈറ്റിയാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ചിലപ്പോൾ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ ഇത്ര വലുപ്പമുള്ള പ്ലാന്റ്സ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് അല്ല, എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലതിലൊക്കെ മൊട്ടുകളായി തുടങ്ങിയിട്ടുമുണ്ട്. നെക്സ്റ്റ് വൺ പവിഴമല്ലിയാണ്. ഈ പവിഴമല്ലി പ്ലാന്റൊക്കെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നില്ല എന്ന് മാത്രം. ഒരു തവണ നമുക്ക് ഈ പ്ലാന്റൊക്കെ ഒന്ന് വീടുകളിൽ പിടിച്ച് കിട്ടിയാൽ പിന്നെ ആ പ്ലാന്റ്സ് കുറച്ച് നനവില്ലേ പോലും ഒരു കംപ്ലൈൻറ്റും കൂടാതെ അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ട്. എന്നും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ ബ്രൈഡൽ ബൊക്കറ്റ്. ബ്രൈഡൽ ബൊക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ക്രീപ്പറാണ്. എന്നാൽ ഒരുപാട് മെച്ചുവർ ആവാതെ തന്നെ പെട്ടെന്ന് പൂവുണ്ടാകുന്നൊരു വെറൈറ്റി ക്രീപ്പറാണ് ഈ ബ്രൈഡൽ. വൈറ്റ് ബ്രൈഡലിൽ എന്നും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേക ഒരു സമയങ്ങളിലോ ഒരു പ്രത്യേക കാലാവസ്ഥയിലോ ഒന്നുമല്ല, എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ കാണാറുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ മെഡ്നില്ല മാഗ്നിഫിക് ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഓഫറിലായിട്ട് ഉൾപ്പെടുത്തി വരുന്നത്. മെഡ്നില്ലയുടെ ഈ ഒരു മാഗ്നിഫിക്കം വെറൈറ്റി അങ്ങനെ ഒരുപാട് കോമൺ ആയിട്ടൊന്നുമില്ല. വലിയ പൂക്കളും വലിയ ഇലകളുമാണ് കേട്ടോ ഇതിന്. നമ്മളിതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 3500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ച് കിട്ടാനായിട്ട് തന്നെ കുറച്ചൊരു താമസമുണ്ട്. റൂട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് അങ്ങനെ കംപ്ലൈൻ്റ് ആവാറൊന്നുമില്ല. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം ഇതിനെ വെക്കാനായിട്ട്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും നമ്മളൊന്ന് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ്. അത്യാവശ്യമൊക്കെ ഒരു സുഗന്ധമുള്ള, എന്നാൽ ഒരുപാട് സുഗന്ധമുള്ള ഒരു ഫ്ലവർ അല്ല അമേരിക്കൻ ജാസ്മിന്. നന്നായിട്ട് തന്നെ ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നമുക്ക് പോട്ടിൽ വളർത്താം, എന്നാൽ അതിന് സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്തേണ്ടതായിട്ട് വരും. ഇതാണ് പ്ലാന്റ് സൈസ്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ ബ്ലൂ ട്രംപറ്റാണ്. ഇത് തമ്പർജിയ ഇറക്റ്റ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിന്. ഒരു വയലറ്റ് ഷെയ്ഡ് ഒക്കെ തോന്നിക്കുന്ന ഒരു, നമുക്കൊന്നും കോമൺ ആയിട്ട് അങ്ങനെ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഈ ഒരു കളറ് ഫ്ലവർ കാണാറില്ല അല്ലേ. പെട്രിയയുടെ ആ ഒരു കളറിലുള്ള പൂക്കൾ. ഇതൊരു കുറ്റിച്ചെടിയാണ്, സ്രബ് വെറൈറ്റിയാണ്. എന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ്സിൽ പോലും, നമ്മളിപ്പോൾ അയച്ചിരുന്ന പ്ലാന്റ്സിൽ പോലും മൊട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ സ്നോ റോസാണ്. സ്നോ റോസ് കിട്ടിക്കഴിയുമ്പോൾ അധികം ആളുകളും വിചാരിക്കുന്നത് ഇതൊരു റോസിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് എന്നാണ്. ഇത് റോസാപ്പൂക്കളുടെ ആ ഒരു വെറൈറ്റിയേ അല്ല. കുഞ്ഞൻ പൂക്കളാണ് ഇതിൽ, ചെറിയ പൂക്കളാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലർ ചോദിക്കാറുണ്ട് 10 മണിയുടെ പൂവിൻ്റെ അത്രയൊക്കെ ഉണ്ടോയെന്ന്. അത്രയൊന്നുമില്ല, ചെറിയ പൂക്കളാണ്.
പക്ഷേ 1000 പൂക്കളോളം ഒരു ചെടിയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ റെഡ് നൈറ്റ് ക്യൂനാണ്. റെഡ് നൈറ്റ് ക്യൂന് അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയല്ല. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നനവാണ്. നനവ് കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം നിങ്ങളിതിനെ കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ ചെറിയൊരു ഷെയ്ഡിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റെഡ് നൈറ്റ് ക്യൂൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പൂക്കൾ പകലും വിരിഞ്ഞിരിക്കാറുണ്ട്, എന്നാൽ രാത്രിയിലാണ് നല്ല സുഗന്ധം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ സെൻറ്റ് ജോൺസ് വേർട്ട്. യെല്ലോ മെലസ്ട്രോമ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്ന ഈ സെൻറ്റ് ജോൺസ് വേർട്ടിന് 50 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഇതിന് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നൊരു കംപ്ലൈൻ്റാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാന്റിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്ലാന്റ് ഒന്ന് ഹാർഡിയായി ഒന്ന് മെച്ചുർ ആകുമ്പോഴാണ് ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ബുഷിയായി കിട്ടുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് കാനാലില്ലി. വെരിഗേറ്റഡ് കാനാലില്ലിക്ക് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓറഞ്ച് കളർ ഫ്ലവറുള്ള എന്നാൽ ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. പൂന്തോട്ടത്തിൽ ഇത് വെക്കാൻ എല്ലാവർക്കും ഭയങ്കര, നമുക്കെന്താ പറയുക, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണല്ലേ ഈ ഒരു കാന വെറൈറ്റി. ഇതൊരു ഡാർഫ് കൂടിയാണ്, ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല കേട്ടോ. നെക്സ്റ്റ് വൺ ലിറ്റിൽ ജോൺ ആണ്. ലിറ്റിൽ ജോൺ നമ്മുടെ ബോട്ടിൽ ബ്രഷിൻ്റെ ഒക്കെ ഫ്ലവർ പോലെയാണ്, എന്നാൽ ഇതിൻ്റെ പേര് പോലെ തന്നെ അധികം ഹൈറ്റ് വെക്കാണ്ട് കുഞ്ഞനായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് അങ്ങനെയോ ഇനി പോട്ടിൽ വേണേലും വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ലിറ്റിൽ ജോൺ. വർഷത്തിൽ 1-2 തവണയൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ ഫ്ലവർ ഉണ്ടായാൽ അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ കാലം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ വിത്ത് ഉപയോഗിച്ചും ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ജോൺ ക്രീപ്പറാണ്. ജോൺ ക്രീപ്പർ നമ്മുടെ ടെക്കോമയുടെ ഒക്കെ ഒരു ഫാമിലി പെട്ട പ്ലാന്റാണ്. എന്നാൽ ഇത് ഡോഫ് വെറൈറ്റി അല്ല, കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് പ്രൂൺ ചെയ്ത് ഇത് കുറ്റിച്ചെടിയായിട്ട് തന്നെ നിലനിർത്താനായിട്ടും സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിലത്ത് വളർത്തി ഇതുപോലെ പടർത്തി കയറ്റിവിടാനായിട്ടും സാധിക്കുന്നതാണ്. എന്നാൽ ചെറിയ പ്ലാന്റ്സിൽ, നമുക്ക് അയച്ചു തരുന്ന പ്ലാന്റിൽ പോലും പൂക്കളുണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് ലെമൺ വൈനാണ്. വെരിഗേറ്റഡ് ലെമൺ വൈൻ അങ്ങനെ കോമൺ ആയിട്ടേ ഇല്ല, പുതിയൊരു വെറൈറ്റിയാണ്. ഞങ്ങളാരും അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ലീഫാണ് വെരിഗേറ്റഡ്. ഫ്ലവർ ഏകദേശം നമ്മുടെ നോർമൽ ലെമൺ വൈൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ്. ഇത് കണ്ടില്ലേ, ഒരു ലീഫിനൊരു വെരിഗേഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ വോങ്ക ക്രീപ്പറും ഇറങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. പാൻഡൂര ജാസ്മിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു ക്രീപ്പിംഗ് പ്ലാന്റാണ് വോങ്ക. പാൻഡൂരാന എന്നുള്ള പേരിലും ഈ വോങ്ക അറിയപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. നെക്സ്റ്റ് വൺ സെനീഷ്യോ ക്രീപ്പർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യെല്ലോ ബ്രൈഡൽ എന്നുള്ള പേരിലും ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് ശരിക്കും സെനീഷ്യോ ക്രീപ്പറാണ്. എല്ലാ സമയത്തും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ ഇതെന്തായാലും തന്നെ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ആപ്പിൾ ചാമ്പയാണ്. ആപ്പിൾ ചാമ്പ നിങ്ങൾക്കറിയാം, നമ്മുടെ നോർമൽ ചാമ്പ പോലെയല്ല, വലിയ ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. അത്യാവശ്യം സ്വീറ്റായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ ചാമ്പ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു 1.5 അടിയോളൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ്സാണ് 90 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കോഞ്ചിയ. നമ്മുടെ പിങ്ക് പെട്രിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കോഞ്ചിയ പ്ലാന്റ്. കോഞ്ചിയ പ്ലാന്റ് വർഷത്തിൽ ഒരു തവണ പൂക്കുന്നത്, എന്നാൽ ആ പൂക്കൾ 6 മാസത്തോളം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പൂക്കൾ കൊഴിയാറായി തുടങ്ങുമ്പോൾ അതൊരു ഗ്രീൻ കളറിലേക്ക് മാറി ഒരു ലീഫിൻ്റെ ആ ഒരു കളറിലേക്ക് തന്നെ മാറി തുടങ്ങുന്നുണ്ട്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള കോഞ്ചിയ പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മാംഗോസ്റ്റീൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ജബോട്ടിക്കാബയുടെ എസ്കുലേറ്റ വെറൈറ്റിയാണ് കേട്ടോ. ഈ എസ്കുലേറ്റ വെറൈറ്റി പെട്ടെന്ന് തന്നെ കായ പിടിച്ച് തുടങ്ങുന്നുണ്ട്. ഇതിന് നമുക്ക് ഡ്രമ്മിലോ
അല്ലെങ്കിൽ നിലത്തൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് എന്താ പറയുക, നല്ല സ്വീറ്റായിട്ടുള്ള നല്ലൊരു ഫ്ലഷി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല മെച്ചുറായ പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾ മാറ്റി ഒരു ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൂട്ടായി തുടങ്ങും. നെക്സ്റ്റ് വൺ കനകാംബരത്തിൻ്റെ റെഡ് 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ് ആയിരിക്കില്ല. ഈ ഒരു സൈസിൽ തന്നെ കണ്ടില്ലേ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കനകാംബരത്തിൻ്റെ ഓറഞ്ച്, ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല. നിങ്ങൾക്ക് നിലത്തും വളർത്താം, പോട്ടിലും വളർത്താവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന എല്ലാ പ്ലാന്റുകളിലും പൂക്കളുണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും ചിലതിലൊക്കെ ഇപ്പോൾ പൂക്കളുള്ള പ്ലാന്റ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്യുന്നത് ഒഴിച്ച് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ഈ കനകാംബരം പ്ലാന്റ്സ്. കുറ്റിച്ചെടിയായി വളർത്താവുന്ന ഈ ഒരു പ്ലാന്റിൽ എല്ലാ സമയത്തും തന്നെ പൂക്കളുണ്ടാവാറുമുണ്ട്. നെക്സ്റ്റ് വൺ നിക്കാഡിയ പ്ലാന്റ്. ഒരുപാട് നനവ് ആവശ്യമില്ലാത്ത എന്നാൽ നന്നായിട്ട് സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് നിക്കാഡിയ. നന്നായിട്ട് സൂര്യപ്രകാശമുള്ള ഭാഗത്ത് വെച്ചെങ്കിൽ മാത്രമാണ് ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവുന്നത്. വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പ്ലാന്റ് കിട്ടുന്ന സമയത്ത്, നമ്മൾ അയച്ചു തരുന്ന സമയത്ത് അതിലത്തെ മണ്ണൊന്നും ഒഴിവാക്കാതെ തന്നെ പ്ലാന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ ഗ്രേപ്സ് ആണ്. ഗ്രേപ്സിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്, സീഡുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മാത്രം. എന്നാൽ നല്ല മെച്ചുറായ നല്ല അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ ഒരു പ്ലാന്റ്സാണ് നമ്മളിതിൽ അയക്കുന്നത്. പ്ലാന്റ് സൈസ് നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ്. 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, ചെറിയ പ്ലാന്റ് ഒന്നുമല്ല. ഇത് കവർ പൊട്ടിച്ച് നമ്മൾ നിലത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വള്ളി വീശി തുടങ്ങുന്നതാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് എല്ലാ പ്ലാന്റും ഗ്രീൻ ആണെന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ചതല്ല, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് കായായി തുടങ്ങിയിട്ട് ആരും നിങ്ങൾ ഗ്രീനാന്ന് പറഞ്ഞ് തന്നിട്ട് ഇത് വയലറ്റ് ആയെന്ന് ബ്ലാക്ക് ആയി പോയെന്ന് പറയരുത്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ ബ്ലൂ ജെയ്ഡ് വൈൻ ആണ്. ബ്ലൂ ജെയ്ഡ് വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല നീളമുള്ള പൂക്കളാണ്. റെഡിനെ അപേക്ഷിച്ച് ഒന്നും കൂടെ നീളമുള്ള പൂക്കളാണ് ഈ ബ്ലൂവിന് വരുന്നത്. എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിൽ പൂക്കളില്ലാത്ത സമയമില്ല. നമ്മളെ അടുത്തുള്ള പ്ലാന്റ്സിലൊക്കെ എല്ലാ സമയത്തും പൂക്കളുണ്ട്. 350 രൂപയ്ക്ക് നല്ല വള്ളി വീശി തുടങ്ങിയ വലിയ പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ് അയക്കുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. സ്റ്റിക്ക് മാറ്റിയിട്ടാണ് ബ്ലൂ അയക്കുന്നത്. നെക്സ്റ്റ് വൺ മിൽക്ക് ഫ്രൂട്ടാണ്. മിൽക്ക് ഫ്രൂട്ട് 850 രൂപയാണ് പ്രൈസ് വരുന്നത്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കേരളത്തിൽ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ടെന്ന് നമ്മൾ ഒരുപാട് യൂട്യൂബിലും ന്യൂസിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഹോം ഗ്രൗണ്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ അയക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കൂടിയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മണ്ണ് ഒഴിവാക്കി അയക്കാൻ സാധിക്കില്ല. കുറച്ച് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒരു ചിക്കൂൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട്. ഈ 85 വെറൈറ്റി പ്ലാന്റ്സുകൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസും റേറ്റും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും അയച്ചു തരുമ്പോഴാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത്. കൊറിയർ കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാന്റ് കിട്ടുന്ന സമയത്തുള്ള ഡാമേജുകൾ നമ്മൾ ഒന്നില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത പ്ലാന്റ്സിൻ്റെ കൂടെ അയച്ചു തരികയോ ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ഒന്നും പരിഗണിക്കുന്നതല്ല കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ഓഫർ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.